ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഞാനും സുഖമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് ആക്ച്വലി 2 വർഷത്തിലധികം ആയെങ്കിലും നമ്മൾ ഇതുവരെ പോകാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഡോക്യുമെന്റ് ദിസ്, നമുക്ക് ഇന്ന് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്താലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്നത് ഐക്കിയയിലേക്കാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് ഐക്കിയയിലേക്ക്. ഏകദേശം 45 കിലോമീറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഐക്കിയയിലേക്ക് ഇറങ്ങി നമ്മളെ വണ്ടീൻ്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തീർന്നിട്ടായുള്ളത്. അപ്പം അതൊന്ന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടായുള്ളത്. അപ്പം അത് റിന്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഐക്കിയയിലേക്ക് പോവും. നമുക്ക് ഇനി 49 മിനിറ്റ്സും കൂടിയാണുള്ളത്. നമ്മൾ 11:12 ആവുമ്പോൾ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ 11, 13, 12 ഇപ്പം കാണിക്കുന്ന സമയം. ഏകദേശം 11 മണിക്ക് ഐക്യ തുറക്കുന്നതാണ് നമ്മൾ ഗൂഗിൾ മാപ്സിൽ നോക്കിയ സമയം മനസ്സിലായത്. അപ്പോൾ ഏകദേശം ഒരു 11:30, അറിയില്ല ഇവിടെ എത്ര സമയം എടുക്കും, എന്നാലും ഏകദേശം ഒരു 11:30 ആകുമ്പോൾ നമ്മൾ ഐക്യയിൽ എത്തുന്ന പോലെയാണ് നമ്മൾ വിചാരിക്കുന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഐക്യയിൽ എത്തിയിട്ട് നിൽക്കണം. ഐക്യയിൽ വേഗം എത്തി. ഏകദേശം ഒരു 11:15 ആകുമ്പോഴത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും രാവിലെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം പാർക്കിങ്ങിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നേരെ എൻട്രൻസിലേക്ക് പോയി. ഐക്യയിൽ ആക്ച്വലി P1 എന്ന് പറയുന്നത് പാർക്കിംഗ് ലെവലും അതുപോലെ തന്നെ 1, 2 എന്ന് പറഞ്ഞിട്ട് 2 ഫ്ലോർസാണ് ഉള്ളത്. നമ്മൾ ആദ്യം പോയത് 2nd ഫ്ലോറിലേക്കാണ്. 2nd ഫ്ലോറിൽ വരുന്നത് ഷോറൂമാണ്. അതായത് ഓരോ ഏരിയാസ്, അതായത് ലിവിങ് റൂം, ബെഡ്റൂം, കിച്ചൺ, ബാത്റൂം, അങ്ങനെ ഓരോന്നും എങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ ഷോ ചെയ്ത് വെക്കുന്നത്, ഒരു ഷോ കേസ് പോലെയാണ് അത് ഉണ്ടാവുക. അപ്പം നമ്മൾ വേഗം നമ്മളെ ട്രോളിയൊക്കെ എടുത്ത് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ അതായത് 1st ഫ്ലോറിൽ വരുന്നത് മാർക്കറ്റ് പ്ലേസ് ആണ്. അവിടെ നിന്നാണ് നമുക്ക് മോസ്റ്റ്ലി ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുക. ഇവിടെ ഇങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് മോസ്റ്റ്ലി കാണാൻ വേണ്ടി പറ്റുക. ഈ 2 ഫ്ലോറിൽ നമ്മൾ ഏകദേശം ഈക്വൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ആദ്യം വിചാരിച്ചത് മുകളിൽ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത സാധനങ്ങളൊക്കെ കണ്ട് വേഗം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഓരോ റൂമും ഓരോ തരത്തിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കാണാൻ വേണ്ടിയിട്ട്. ബാക്കിൽ സൈഡിൽ ആനേനെയും പിടിച്ചോ. അതിന് 1450 വീഡിയോ എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ ഷോക്കേസ് ചെയ്യുന്ന സാധനമല്ല, അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു റൂമിനെ നമുക്ക് പല തരത്തിൽ അവർ അറേഞ്ച് ചെയ്തിട്ട് കാണാം. അതായത് ലിവിങ് റൂമിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാത്റൂം ഉണ്ട്. ലിവിങ് റൂമിന് ഒരുപാട് ടൈപ്പ് ഓഫ് രീതിയിൽ അവർ അറേഞ്ച് ചെയ്തത് കാണാം. പിന്നെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരുന്നു. ആക്ച്വലി നമ്മൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കിയിട്ടായിരുന്നു നടക്കുന്നത് ഉണ്ടായത്. കുറച്ചും കൂടി സ്ലോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് ആക്ച്വലി സ്പെൻഡ് ചെയ്യാം. കിച്ചണൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. നമ്മൾ ഇങ്ങനെ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പിൻട്രസ്റ്റി ആയിട്ടുള്ള കിച്ചണൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ വിചാരിക്കും എങ്ങനെ ഇങ്ങനത്തെ കിച്ചണിൽ പണിയെടുക്കാം, ഞാനെങ്ങാനാണെങ്കിൽ ഇത് മോശമാവല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ പണിയെടുക്കാതിരുന്നേനെ. അത്രയ്ക്കും ഭംഗിയായിരുന്നു ഓരോ കിച്ചണും അല്ലെങ്കിൽ ഓരോ റൂമും അവർ അറേഞ്ച് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗെയിമിംഗ് ഏരിയ അങ്ങനത്തത് ഉണ്ടായിരുന്നു. പിന്നെ ഓഫീസ് ചെയേഴ്സ്, ഓഫീസ് റൂം സെറ്റപ്പ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്ത് കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓരോ സെക്ഷൻസിലേക്ക് പോകുമ്പം അവരിങ്ങനെ കാണിക്കുന്നുണ്ടാവും ഏതൊക്കെയാണ്. ഇതൊക്കെ വാർഡ്രോബ് സെറ്റ് ചെയ്യുന്നതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഓഫീസ്, ബാത്റൂം, അങ്ങനെ ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്തിട്ട് നമുക്കിങ്ങനെ നമ്മൾ എവിടെ എത്തി മാപ്പൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് നമ്മൾ എവിടെയാണ് എത്തിയത് എന്നൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല രസമാണ്. പിന്നെ ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനവർ പറയുന്നത് ചിൽഡ്രൻസ് ഐക്കിയ എന്നാണ്. ഒരുപാട് സോഫ്റ്റ് ടോയ്സും പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ബെഡും സ്റ്റൂളും അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ചെയേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോയത് സ്വീഡിഷ് റെസ്റ്റോറൻറ്റിലേക്കാണ്. ഐക്കിയയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ് എന്ന് പറയുന്നത്. ചില ആൾക്കാർ സാധനം വാങ്ങാതെ നേരെ ഫുഡ് മാത്രം കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്.
ഏകദേശം ഒരു 2 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെയെല്ലാം ഓൾമോസ്റ്റ് ഒരു സെൽഫ് സർവീസ് സെറ്റപ്പാണ്. അതായത് നമ്മൾ തന്നെ ഈ ട്രേ എടുത്ത് പോവുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓർഡർ ചെയ്ത് നമ്മൾ ആ ട്രേയിൽ വെച്ചിട്ട് നമ്മൾ തന്നെ അത് കൊണ്ടുപോയി നമ്മൾ തന്നെ സെർവ് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. റാപ്പ് ഉണ്ടായിരുന്നു, മീൽസിൻ്റെ പോലത്തെ അവരുടെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ചിക്കൻ മീറ്റ് ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഡെസേർട്ട്സ് പോലെ കുറേ ക്രൊസാൻസ് ഉണ്ട്, സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കട്ട്ലറീസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടാണ് ഉള്ളത്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ബില്ല് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട്, ഒരുപാട് ഏരിയ ഉണ്ട് ഇരിക്കാൻ വേണ്ടി, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നു. അതുപോലെ തന്നെ അവിടെ ഡ്രിങ്ക്സ് ആയിട്ട് കൂൾ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഹോട്ട് ഡ്രിങ്ക്സും ഉണ്ട്. ഏതാണെങ്കിലും അത് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളിൽ നിന്ന് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പൊട്ടറ്റോ വെഡ്ജസിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ അവരെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ മീറ്റ് ബോൾസും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണന് റൈസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തോ ഒരു ഹേർബ് റൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അത്ര നല്ലതായി തോന്നിയിട്ടില്ല. പിന്നെ പറാട്ടയും അതുപോലെ തന്നെ ചിക്കൻ ടിക്ക മസാലയായിരുന്നു പറഞ്ഞത്. എല്ലാം നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമായത് ഈ ഒരു ചോക്ലേറ്റ് കേക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഫുഡ് കഴിച്ച പ്ലേറ്റ്സ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതും ഒരു സെൽഫ് സർവീസ് പോലെയാണ്. അതായത് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ റാക്കിലേക്ക് കൂടി അതിങ്ങനെ ഒരു ബെൽറ്റ് പോലെ അതങ്ങ് മൂവ് ചെയ്ത് പോയിക്കോളും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം എനർജൈസ്ഡ് ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ മാർക്കറ്റ് ഹാൾ വരുന്നത്. അതായത് അവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുക. മുകളിലിങ്ങനെ അധികം ഷോക്കേസ് അവർ ഷോറൂം തന്നെയാണ് പറയുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ, അതായത് ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. മുകളിൽ കണ്ട പോലെ തന്നെ അവരിങ്ങനെ സെക്ഷൻസ് വേർതിരിച്ച പോലെ ഇവിടെയും ഇങ്ങനെ സെക്ഷൻസ് വൈസ് വേർതിരിച്ചിട്ടായില്ല. അതായത് കിച്ചൺ, ഈറ്റിംഗ്, കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ. അത് കഴിഞ്ഞ് ഇത് നമ്മൾ കേർട്ടൻ, സോഫ, അങ്ങനത്തെ ഒരുപാട് ഓരോരോ സാധനത്തിനും ഓരോരോ സെക്ഷൻ പോലെയാണ് ഉള്ളത്. പിന്നെ നമുക്ക് ബാത്റൂമിൽ കുറച്ച് ആക്സസറീസ് ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം ബാത്റൂമിൻ്റെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് ഈ ഒരു കാർപ്പറ്റ് അങ്ങനത്തെ ഒരു ഏരിയ ആണ്. ഒരുപാട് ടൈപ്പ് ഓഫ് ജൂട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഈ ലൈറ്റിങ്ങിൻ്റെ സെക്ഷനിൽ കയറിയപ്പോൾ ഞാൻ ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് ലൈറ്റൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതൊക്കെ നമുക്കിങ്ങനെ ഓൺ ചെയ്തും ഓഫ് ചെയ്തും ഓരോ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചസിലും വരുന്നുണ്ട് കേട്ടോ. അതായത് ചെറിയ റേറ്റ് തൊട്ട് അത്യാവശ്യം നല്ല റേറ്റ് വരെയുള്ള സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ടൈപ്പ് ഓഫ് മിറേഴ്സ്, അങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ സാധനങ്ങൾ എടുത്തു പോകും. അങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റും ആണ് അവർക്കുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഏരിയ ആയിരുന്നു. അതായത് അവിടെ ഇങ്ങനെ കുറേ ഫ്ലവർ പോട്ട്സ്, അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ഫ്ലവേഴ്സും പ്ലാന്റ്സിനെക്കാളും കൂടുതൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പല ടൈപ്പ് ഓഫ് പോട്ട്സ് ഉണ്ട്, സെറാമിക്കിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്തതും ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ അമ്മ വേറൊരു ലോകത്തെത്തിയ പോലെയായിരുന്നു. കാരണം ഒരു ചെറിയൊരു ലൈറ്റ് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയായിരുന്നു. അതിലേക്കൂടി ഇങ്ങനെ കുറേ ഫ്ലവേഴ്സും ചെടികളൊക്കെ നോക്കി ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഐക്കിയ മെമ്പർ ആണെങ്കിൽ ഡിസ്കൗണ്ട്സ് കിട്ടുന്നത്. നമ്മൾ ഐക്കിയ മെമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട്സ് ഒക്കെ ചില സാധനങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സെൽഫായിട്ട് നമുക്കിങ്ങനെ ഫർണിച്ചറൊക്കെ പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. അപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ ബില്ലും ചെയ്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ആ ഒരു എൻഡിങ്ങിലോട്ട് എത്തുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡും കൂടി കണ്ടു. അത് കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയി, സീ യു സൂൺ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഐക്യ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. രാവിലെ ഒരു 11:30 ആകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം ഏകദേശം ഒരു 5:30 നീണ്ട എത്ര മണിക്കൂറാണ്? 12:30, 1:30, 2:30, 3:30, 4:30, 5:30, 6 മണിക്കൂറാണ് നമ്മൾ 6 മണിക്കൂറാണ് നമ്മൾ ആക്ച്വലി ഐക്യയിൽ സ്പെൻഡ് ചെയ്തത്. നമ്മൾ അങ്ങനെ കുറേ നേരം ഒന്നും നിന്നിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ അത്യാവശ്യം നടന്നു പോയിട്ടാണ് 6 മണിക്കൂർ എടുത്തത്. കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 7-8 മണിക്കൂറാണ് നമുക്ക് ഈസിലി സ്പെൻഡ് ചെയ്യാൻ പറ്റും ഐക്യയിൽ. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫുഡ് കഴിക്കാനും അതിൻ്റെ അകത്ത് നിന്നാണ് കഴിച്ചത്. അത്യാവശ്യം മോശമില്ലാത്ത എനിക്ക് ഇഷ്ടമായി. കണ്ടനോ ഒരു ഇംഗ്ലീഷ് അല്ലേ, സ്വീഡിഷ് ടൈപ്പ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ്, സ്വീഡിഷ് ടൈപ്പ് ഓഫ് ഫുഡായിരുന്നു, മീൽസ് ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നല്ലതായിരുന്നു, എനിക്ക് ഇഷ്ടമായി. മൊത്തത്തിൽ ഇതുവരെ ആരെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റ് വിസിറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും മോസ്റ്റ്ലി ഞാൻ ചോദിച്ച ആൾക്കാരെല്ലാം ഐക്യയിൽ 1, 2, 3 പ്രാവശ്യം പോയ ആൾക്കാരാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിന്റെ മെയിൻ സ്റ്റോറിൽ പോകുന്നത്. നമ്മൾ പണ്ട് വൈറ്റ് ഫീൽഡ് ഉള്ള സമയം
അതിന്റെ എന്തോ ഒരു സ്റ്റോർ അല്ലേ, അതിനെന്തോ പേരുണ്ടായിരുന്നു, ഐക്കിയ എസെൻസായി സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോർ. ഇതിന്റെ ചെറിയ വേർഷനാണ്, അവിടെയാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഇത് കുറച്ചും കൂടി അത്യാവശ്യം നല്ല വലിയൊരു സ്റ്റോറാണ്. അപ്പൊ ആരെങ്കിലും ഇനി പോവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പോവാ, വിസിറ്റ് ചെയ്യാം. വേർത്താണ് നമുക്കിങ്ങനെ അല്ലേ, വേറൊരു നാട്ടിലെത്തിയ പോലെയായിരുന്നു അതിന്റെ ഉള്ളിലുള്ള എല്ലാ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല മാനേജ്മെന്റ് ആണ്, ഫുഡിന്റെ സ്ഥലത്താണെങ്കിലും പാർക്കിംഗ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അപ്പം വേഗം തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലേ, നിങ്ങൾക്ക് അയക്കാം. നമ്മൾ വാങ്ങിയ സാധനങ്ങളെല്ലാം ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ടുള്ളത്. ഞാൻ ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ഒരു ഐക്യ ഹോളും കൂടി ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇടാം. അപ്പം ബൈ ബൈ പറയുന്നു, ബൈ.